ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രിമാരാണ്, 2024 കേന്ദ്രമന്ത്രിമാർ. ഓക്കെ, അപ്പം ഇനിയുള്ള എക്സാമുകളിലൊക്കെ പ്രധാനമായിട്ടും LDC ഒക്കെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേന്ദ്രമന്ത്രിമാർ. ഒരു മന്ത്രിനെ തന്നിട്ട് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും അല്ലെ. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നേരെ മറിച്ച് അധികം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടുന്നതാണ് അല്ലെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. LDC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു LDC മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം 2 വീഡിയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒരു വീഡിയോ LDC കുട്ടികൾക്ക് മാത്രമായിട്ട് അവരുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സും അതുപോലെ ബാക്കിയുള്ള GK കാര്യങ്ങളായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അത് മിസ് ചെയ്യാതിരിക്കുക. എല്ലാം കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. കേന്ദ്രമന്ത്രിമാർ 2024 ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത് ഷാ ആഭ്യന്തരം സഹകരണം, S ജയശങ്കർ വിദേശകാര്യം, നിർമ്മല സീതാരാമൻ ധനകാര്യം, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ, JP നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം, ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം, മനോഹർ ലാൽ ഖട്ടർ ഊർജം. ഓക്കെ, നമുക്ക് ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ച് പഠിക്കാം. ആദ്യത്തേത് രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് പ്രതിരോധമാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് രാജാണ് അല്ലെ. അപ്പൊ രാജാവുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ രാജാവാണ് ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ പ്രതിരോധം കണക്ട് ചെയ്തൂടെ. അപ്പൊ രാജാവും പ്രതിരോധവും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാജ്നാഥ് സിംഗ് വഹിക്കുന്നത് ഏത് വകുപ്പാണ്? പ്രതിരോധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, രണ്ടാമത്തത് അമിത് ഷാ ആണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ആഭ്യന്തരവും സഹകരണം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു കോഡ് ഉണ്ട്. അമിത് ഷാ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നമ്മുടെ ആമിയാണ്. ആമി, അഭിരാമി, നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയില്ലേ, മഞ്ജു വാര്യരുടെ. അപ്പൊ മഞ്ജു വാര്യരുടെ നമ്മുടെ പേര് അതിൽ എന്താണ്? ആമി എന്നാണ് അല്ലെ വിളിക്കുന്നത്, ആമി. അപ്പൊ യഥാർത്ഥ പേരെന്താണ്? അഭിരാമി. അപ്പൊ ആ അഭിരാമി എല്ലാവരോടും ഭയങ്കര സഹകരണമാണെന്നും കൂടി ചിന്തിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആമി അമിത് ഷാ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ആമിയുടെ പൂർണ്ണ രൂപം എന്താണ്? പൂർണ്ണ പേര് അഭിരാമി എന്നാണ്. അപ്പൊ അഭിരാമി ആഭ്യന്തരവുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? എല്ലാവരുമായിട്ട് നല്ല സഹകരണമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സഹകരണം കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അമിത് ഷാ ആണ്. അമിത് ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരവും സഹകരണവും. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് S ജയശങ്കർ. എന്താണ് വകുപ്പ്? വിദേശകാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വിദേശത്ത് പോകുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയാ? ജയിച്ചിട്ട് വാന്നൊക്കെ അല്ലേ പറയാ. ഓക്കെ, ജയിച്ചിട്ട് വാന്ന് പറയുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് S ജയശങ്കർ വിദേശകാര്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നിർമ്മല സീതാരാമൻ ധനകാര്യമാണ്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഓർത്ത് വയ്ക്കുക, നിർമ്മല സീതാരാമൻ ധനകാര്യം. നെക്സ്റ്റ് നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ. അപ്പൊ നിതിൻ ഗഡ്കരി എന്നുള്ളത് ഞാൻ എടുത്തത് കരിയാണ് എടുത്തത് കരി. അപ്പൊ ഈ റോഡിന്റെ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കരിയാവും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. കാരണം പുകപടലങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ കരിയാവും എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. അപ്പൊ കരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ റോഡ് അല്ലെ. റോഡ് ഗതാഗതം ഹൈവേന്റെ സൈഡ് റോഡിന്റെ സൈഡ് എന്നൊക്കെ ഒന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം ക്ലിയർ ആയി അല്ലെ. നിതിൻ കരിയാണ് എടുത്തിട്ടുള്ളത്. റോഡ് ഗതാഗതം ഹൈവേ. ഓക്കെ, റോഡ് ഗതാഗതം ഹൈവേ. നെക്സ്റ്റ് JP നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം. ഈ നഡ്ഡ എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് നടു എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നടു, നമ്മുടെ നട്ടെല്ല്, നടു എന്നൊക്കെ പറയാറില്ലേ. ഒന്നുകിൽ അങ്ങനെ എടുക്കുക. അപ്പൊ നടുവിന് എടുത്തു കഴിഞ്ഞാൽ നടു നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നടുവിനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമാണ് എന്നൊക്കെ ആലോചിക്കാം.
ഓക്കെ. പിന്നെ കുടുംബക്ഷേമമാണ് അല്ലെ, കുടുംബക്ഷേമം, കുടുംബത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ കുടുംബത്തിന്റെ നട്ടെല്ല്, നഡ്ഡ എന്നൊക്കെ ഒന്ന് ആ രീതിയിൽ ആലോചിക്കുക. പിന്നെ രാസവളം കൂടി ഒന്ന് ആലോചിക്കുക. ഇപ്പൊ രാസവളമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നടു അല്ലെ, നല്ല നടുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും, നല്ല രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് JP നഡ്ഡ അല്ലെ, JP നഡ്ഡ, ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം അല്ലെ. എന്താ പറഞ്ഞത്? നടുവാണ് പറഞ്ഞിട്ടുള്ളത്. നടുവൊക്കെ നല്ല ആരോഗ്യ രീതിയിൽ ഉണ്ടാവണം, നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവണം. അതുപോലെ എന്താണ് പറഞ്ഞത്? കുടുംബത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയും അല്ലെ, കുടുംബത്തിന്റെ നട്ടെല്ല്. പിന്നെ എന്താണ്? രാസവളം അല്ലെ, രാസവളമൊക്കെ എടുത്ത് കൊണ്ടിക്കിടന്ന് നല്ല നടുവായിരിക്കണം, നല്ല ബലമുള്ള നടുവായിരിക്കണം എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നഡ്ഡു അല്ലെ, നഡ്ഡ എന്നുള്ള പേര് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്താണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ എന്തൊക്കെയാണ് വകുപ്പുകൾ? കൃഷി, കർഷക ക്ഷേമം, ഗ്രാമവികസനം. ഓക്കെ. അപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ചൗഹാനാണ്. ചൗഹാൻ അരി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ചൗവ അരിയൊക്കെ ഉണ്ട്. അപ്പം ആ അരിയുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൃഷി അല്ലെ, ആ അരിയുടെ, ചൗവ അരിയുടെ കൃഷിയാണ്, കർഷകനാണ്, അത് ചെയ്യുന്ന കർഷകനാണ്. അങ്ങനെയാണ് ഗ്രാമം വികസിച്ചത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്തൊക്കെയാണ്? കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. നമുക്ക് 3 എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ മനോഹർ ലാൽ ഖട്ടർ ഊർജമാണ് അല്ലെ. മനോഹർ ലാൽ ഖട്ടർ എന്താണ്? ഊർജമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ഈ ഖട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? ഈ നമ്മുടെ റോട്ടുമ്മലൊക്കെ ഒരുപാട് കട്ടർ ഉണ്ടാവില്ലേ, കട്ടർ. അപ്പൊ ഈ കട്ടറിലെ കൂടെയൊക്കെ വണ്ടി ഇങ്ങനെ പോകണമെങ്കിൽ ഭയങ്കര നമുക്കൊരു ഊർജം വേണം, എന്നാലേ അതിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കാം. ഓക്കെ. ഖട്ടറാണല്ലോ, അപ്പൊ അതിലൂടെയൊക്കെ മറികടന്ന് പോകണമെങ്കിൽ ഭയങ്കര ഊർജം വേണം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനോഹർ ലാൽ ഖട്ടർ ഊർജമായിട്ട് കണക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല കട്ട മസിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഊർജ്ജമാണെന്ന് ആലോചിച്ചാൽ മതി. നല്ല കട്ട കണക്കിനുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പൊ കട്ട മസിലുള്ള ആൾക്കാർക്ക്, കട്ടയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഊർജ്ജമാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോഹർ ലാൽ ഖട്ടർ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ് അല്ലെ, രാജാവ് പ്രതിരോധം. അമിത്ഷാ ആഭ്യന്തരം, സഹകരണം. ആമി അല്ലെ, അഭിരാമി, സഹകരണം, നല്ല സഹകരണമാണെന്ന് ആലോചിക്കുക. ജയശങ്കർ ജയിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വിദേശത്ത് പോകുമ്പോൾ അല്ലെ, വിദേശകാര്യം. നിർമ്മല സീതാരാമൻ ധനകാര്യം. നിതിൻ ഗഡ്കരി എന്താണ്? കരി പിടിക്കുന്നത് എപ്പോഴാണ്? റോഡിന്റെ സൈഡൊക്കെ നിൽക്കുമ്പോൾ, ഗതാഗതം, ഹൈവേയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെ, ഹൈവേ. നെക്സ്റ്റ് JP നഡ്ഡ. നഡ്ഡ എന്ന് പറയുമ്പോൾ നമ്മൾ നടുവായിട്ടാണ് എടുത്തത് അല്ലെ. നടുവിന് നല്ല ആരോഗ്യം വരണം. നടു എന്നൊക്കെ പറയുമ്പോൾ നട്ടെല്ല് അല്ലെ, കുടുംബത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ രാസവളമൊക്കെ എടുക്കണമെങ്കിൽ നല്ല നട്ടെല്ലായിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ. നെക്സ്റ്റ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറഞ്ഞ് നമ്മൾ ചൗവ അരിയാണ് എടുത്തത് അല്ലെ. കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. നെക്സ്റ്റ് മനോഹർ ലാൽ ഖട്ടർ. മനോഹർ ലാൽ ഖട്ടർ നല്ല കട്ട മസിലുള്ള ആൾക്കാർക്ക് ഭയങ്കര മനോഹരമായിരിക്കും, ഭയങ്കര ഊർജ്ജമായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് HD കുമാരസ്വാമി ഖനനം, വ്യവസായം, ഉരുക്ക്. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഉരുക്ക് മനുഷ്യനാണ് കുമാരൻ എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. കുമാരൻ. ഓക്കെ. ഉരുക്ക് കുമാരൻ എന്നൊക്കെ പറയുന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ഉരുക്ക് കുമാരൻ. അപ്പൊ ഉരുക്കുമായിട്ട് കുമാരനും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഉരുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യവസായമാണല്ലോ, ഉരുക്ക് വ്യവസായമൊക്കെ ഇല്ലേ. അപ്പൊ വ്യവസായവും പിന്നെ അത് ഖനനം ചെയ്തെടുക്കലാന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആവും അല്ലെ. അപ്പൊ HD കുമാരസ്വാമിയാണ് ഖനനം, വ്യവസായം, ഉരുക്ക്. അപ്പൊ ഉരുക്ക് കുമാരൻ, ഉരുക്ക് കുമാരനായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. നെക്സ്റ്റ് പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയൽ എന്താണ്? വാണിജ്യം, വ്യവസായം. ഓക്കെ. പീയൂഷ് ഗോയലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. PU എന്നുള്ളത് നേരെ തിരിച്ച് UP എന്നാക്കി. UP എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തർപ്രദേശ് എന്നുള്ള രീതിയിലാണ് എടുത്തത് കേട്ടോ. അപ്പൊ ഉത്തർപ്രദേശിലാണ് കൂടുതൽ വാണിജ്യം ഉള്ളത്, വ്യവസായം ഉള്ളത് എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ചു. അങ്ങനെയാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ പീയൂഷ് ഗോയലാണ് പറഞ്ഞിട്ടുള്ളത്, പീയൂഷ് ഗോയൽ. അപ്പൊ PU എന്നുള്ളത് തിരിച്ചിട്ടാൽ UP എന്ന് കിട്ടും അല്ലെ, UP, ഉത്തർപ്രദേശ്. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഉത്തർപ്രദേശിലാണ് കൂടുതൽ വാണിജ്യം ഉള്ളത്, അതുപോലെ വ്യവസായം ഉള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ്? വിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധർമ്മം പഠിപ്പിക്കുന്നതാണ്, അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രധാനമായിട്ടുള്ളതാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ വിദ്യാഭ്യാസം പ്രധാനമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസം. നെക്സ്റ്റ് ജിതിൻ റാം
മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ജിതിൻ റാം മാഞ്ചി എന്നല്ലേ പറയുന്നത്. മാഞ്ചി എന്നുള്ളത് ഞാൻ മഞ്ജു എന്നായിട്ടാണ് എടുത്തത് കേട്ടോ. മഞ്ച് കുഞ്ച് എന്നൊക്കെ ആയിട്ട് എടുക്കുക. അപ്പൊ മഞ്ചിന്റെ ബിസിനസ് അല്ലെ മഞ്ചിന്റെ ചെറുകിട വ്യവസായം ഇടത്തരം വ്യവസായമാണെന്നൊക്കെ ഒന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ മഞ്ചൊക്കെ കഴിക്കുന്നത് ചെറിയ കുട്ടികളാണല്ലോ. അപ്പൊ ചെറിയ കുട്ടികൾ ചെറു അല്ലെങ്കിൽ നിങ്ങൾക്ക് വാണിജ്യ വ്യവസായമായിട്ട് കൺഫ്യൂഷൻ ആവും. അത് വരാതിരിക്കാനാണ് പറഞ്ഞത്. മഞ്ചൊക്കെ കഴിക്കുന്നത് ചെറിയ കുട്ടികളാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറു അല്ലെ ചെറുകിട സംരംഭം ഇടത്തരം സംരംഭം എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് എന്നൊക്കെ പറയുന്നത് രാജീവ് രഞ്ജൻ സിംഗിനെയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം അല്ലെ. ഇപ്പൊ രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഇപ്പൊ രഞ്ജൻ അല്ലെ, രഞ്ജൻ ഒരു ഇഞ്ച വരുന്നുണ്ടല്ലോ. അപ്പൊ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്യും അല്ലെ, പഞ്ചായത്ത് രാജ്. പിന്നെ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് മൃഗങ്ങളെയൊക്കെ തരാറുണ്ടല്ലോ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അങ്ങനെയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തി രാജ് മീൻസ് പഞ്ചായത്ത് നിന്നാകുമ്പോൾ മൃഗപരിപാലനം, ക്ഷീരോത്പാദനം ഒക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പഞ്ചായത്തി രാജ് ആണ് കേട്ടോ. പഞ്ചായത്ത് രാജ്. ഓക്കെ, അപ്പൊ രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്നത് രഞ്ജൻ പഞ്ചാബ് അല്ലെ പഞ്ചായത്തി രാജ്. അതുപോലെ എന്തും കൂടി ഉണ്ട്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനത്തിന്റെയും കാര്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. ഓക്കെ, അപ്പൊ ഗിരി എന്ന് പറയുമ്പോൾ വിരി ആയിട്ട് എടുത്തോളൂ. വിരിപ്പ് ഒക്കെ ഇല്ലേ, വിരിപ്പ്. അപ്പൊ വിരി ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ വിരിയൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങാന്ന് ആലോചിച്ചാൽ മതി. ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കാര്യമാണ് വിരിയൊക്കെ. നമ്മൾ ബെഡിനൊക്കെ വിരിയൊക്കെ വിരിച്ചു വെക്കൊക്കെ ചെയ്യാറില്ലേ. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഗിരി എന്ന് പറയുമ്പോൾ വിരി ആയിട്ട് എടുക്കുക. അപ്പൊ വിരിയൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങാന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത് അല്ലെ. കമ്മ്യൂണിക്കേഷനും വടക്ക് കിഴക്ക് മേഖല വികസനവും. ജ്യോതിരാദിത്യ സിന്ധ്യ. അപ്പം ആദിത്യ എന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യനല്ലേ പറയുന്നത്. അപ്പൊ സൂര്യൻ ഉദിച്ചത് തൊട്ട് സന്ധ്യ അല്ലെ, സന്ധ്യ വരെ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിക്കുക. ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അപ്പൊ ആദിത്യൻ ഉദിച്ചത് മുതൽ സന്ധ്യ വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്, വടക്ക് കിഴക്ക് മേഖല വികസനം. അപ്പൊ നമ്മൾ ആദിത്യൻ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് എവിടെ നിന്നാണ്? വടക്ക് കിഴക്കുന്നാണ്. കിഴക്കുന്നാണല്ലേ ഇങ്ങോട്ട് ഉദിച്ചു വരുന്നത്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ടേക്കാണ് ഉദിച്ചു വരുന്നത് സൂര്യൻ. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ വടക്ക് കിഴക്ക് മേഖല വികസനം അല്ല, അത് കേൾക്കുമ്പോൾ സൂര്യൻ എന്നുള്ള രീതിയിൽ ആദിത്യനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജ്യോതിരാദിത്യ സിന്ധ്യ ആണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനും വടക്കു കിഴക്ക് മേഖല വികസനവും. ഒന്നുകൂടി പറയാം, HD കുമാരസ്വാമിയാണ് നമ്മുടെ ഉരുക്കുകുമാരൻ എന്ന് പറഞ്ഞാൽ അല്ലെ. ഉരുക്കുകുമാരൻ എന്ന് ആലോചിച്ചാൽ മതി. ഖനനം, വ്യവസായം, ഉരുക്കൊക്കെ വ്യവസായമാണ്, ഖനനാണ്. നമുക്കൊന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് പീയൂഷ് ഗോയൽ എന്താണ്, വാണിജ്യം വ്യവസായം. പീയൂഷ് ഗോയൽ അല്ലെ, പീയൂഷ് ഗോയൽ. അപ്പൊ എന്താണ് പറഞ്ഞത്, UP ആയിട്ടാണ് എടുത്തത് അല്ലെ, UP. അപ്പൊ UPയിലൊക്കെ ഭയങ്കര വാണിജ്യം കൂടുതലാണ്, വ്യവസായം കൂടുതലാണെന്നൊന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ടത്, വിദ്യാഭ്യാസമാണ്. നമുക്ക് ധർമ്മമൊക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ജിതിൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭം. എന്താണ് പറഞ്ഞത്, മാഞ്ചി മഞ്ച് ചെറിയ കുട്ടികളാണ് തിന്നാറ് അല്ലെ, ചെറുകിട ഇടത്തരം സംരംഭം. നെക്സ്റ്റ് രാജീവ് രഞ്ജൻ സിംഗ് എന്താണ് പറഞ്ഞത്, രഞ്ജൻ അല്ലെ, രഞ്ജൻ നല്ല ഇഞ്ചാനാണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, ഓക്കെ, പിന്നെ മൃഗപരിപാലനം, ക്ഷീരോത്പാദനമൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് പറഞ്ഞത്. ഗിരിരാജ് സിംഗ് വിരിയൊക്കെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് എന്ന് ആലോചിക്കുക. ലാസ്റ്റ് വൺ ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ വടക്ക് കിഴക്കൻ മേഖല വികസനം അല്ലെ. ജ്യോതിരാദിത്യ സിന്ധ്യ, അപ്പം ആദിത്യൻ വരുന്നത് തൊട്ട് സന്ധ്യ വരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യലാണ് പണി. പിന്നെന്താണ്, വടക്ക് കിഴക്കെന്നാണ് ആദിത്യൻ ഉദിച്ചു വരുന്നതെന്നും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക.
വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അശ്വനി വൈഷ്ണവ് റെയിൽവേ വാർത്താവിനിമയം IT. റെയിൽവേ വാർത്താവിനിമയം IT. അശ്വനി വൈഷ്ണവ് രണ്ട് കുട്ടികളുടെ പേരാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവര് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക, അവിടെ ഇരിക്കുന്ന സമയത്ത് വാർത്തയൊക്കെ വായിക്കും, പത്രമൊക്കെ വായിക്കും. ഓക്കെ, IT-യിലൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റുള്ള പിള്ളേരാണ്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അശ്വനി വൈഷ്ണവ് എന്താണ്? റെയിൽവേ വാർത്താവിനിമയം IT. നെക്സ്റ്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതിയാണ് വീരേന്ദ്രകുമാർ. ഓക്കെ, അതെങ്ങനെ ഓർക്കാം? സാമൂഹിക നീതി എന്നാണ് പറയുന്നത് അല്ലെ, നീതി. അപ്പൊ നീതിയൊക്കെ കിട്ടേണ്ടത് ആർക്കാണ്? ഇരക്കാണ് നീതി കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇരക്ക്. ഓക്കെ, അപ്പൊ വീരേന്ദ്ര അല്ലെ, വീര എന്നായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഡോക്ടർ വീരേന്ദ്രകുമാറാണ് സാമൂഹിക നീതി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്നാൽ നീതിയാണ് എടുത്തത് അല്ലെ, നീതി കിട്ടേണ്ടത് ഇരക്കാണ് അല്ലെ. വീരേന്ദ്ര എന്നുള്ള രീതിയിലാണ് കണക്ട് ചെയ്തത്. നെക്സ്റ്റ് സർബാനന്ദ സനോവാൾ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. അപ്പൊ സർബാനന്ദ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? സർവത്ത് എടുത്തോടെ, സർവത്ത്. അപ്പൊ ഈ സർവത്തൊക്കെ കുടിക്കുന്നത് തുറമുഖത്ത് പോകുമ്പോഴാണ്, ഷിപ്പിലൊക്കെ കയറുമ്പോഴാണ്. ഈ സർവത്തിലൊക്കെ ജലം ഒക്കെ ഉണ്ടല്ലോ, സർവത്ത് ജലമൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഉണ്ടാക്കല്. അപ്പോൾ ജലം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ജലഗതാഗതം. അപ്പോൾ എന്തായാലും ഈ സർവത്തിൽ എല്ലാത്തിനും ജലമുണ്ട്. അപ്പം തുറമുഖം ഒരുപാട് ജലമുള്ള ഒരു കാര്യമാണല്ലേ, തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. സർബാനന്ദ സനോവാൾ എന്താണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് രാം മോഹൻ നായിഡു എന്താണ്? വ്യോമയാനം. വ്യോമയാനമാണ്. അപ്പൊ നമുക്ക് എന്താണ് മോഹം? വ്യോമം അല്ലെ, നമുക്ക് പറക്കാൻ മോഹമല്ലേ. അപ്പൊ വ്യോമയാനം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ എടുക്കാം. നമ്മളുടെ മോഹമാണ് വിമാനത്തിലൊക്കെ പോവുക എന്നുള്ള രീതിയിൽ വ്യോമയാനമായിട്ട് കണക്ട് ചെയ്യുക. രാം മോഹൻ നായിഡു വ്യോമയാനം. നെക്സ്റ്റ് പ്രഹ്ലാദ് ജോഷി എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭക്ഷ്യ ഉപഭോക്തൃ കാര്യം, പിന്നെ പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം. ഇത്രയും കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ, പ്രഹ്ലാദ് ജോഷി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആനന്ദമാവും, ആഹ്ലാദമാവും, ജോഷാവും എന്നൊക്കെ ഒന്ന് വിചാരിക്കുക. ഭക്ഷണമൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ജോഷാവും എന്നൊക്കെ വിചാരിക്കുക. ഉപഭോക്തൃ കാര്യം. ഓക്കെ, ഉപഭോക്താക്കളാണല്ലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പൊതുവിതരണം, പിന്നെ എന്താണ്, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. അപ്പോൾ ഈ ആഹ്ലാദമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിരിക്കുമ്പോൾ നമ്മളുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ. അത് പിന്നീട് നമുക്ക് പുനഃസൃഷ്ടിക്കാനാവുന്നില്ല രീതിയിലൊന്ന് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രഹ്ലാദ് ജോഷിനെ ആലോചിക്കാൻ പറ്റും. അതുപോലെ പൊതുവിതരണമാണല്ലോ. അപ്പൊ നമ്മളൊരു വ്യക്തിയോട് നല്ല ജോഷായിട്ട് ചിരിച്ചൊക്കെ കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾക്ക് ചിരി തരും അല്ലെ. അപ്പൊ അതൊരു പൊതുവിതരണം എന്നുള്ള രീതിയിൽ എടുക്കുക. ഓക്കെ, പൊതുവിതരണം, സന്തോഷമൊക്കെ കൈമാറുക എന്നൊക്കെ ഒരു രീതിയിൽ ഒന്ന് ആലോചിക്കുക. പ്രഹ്ലാദ് ജോഷിയാണ് പറയുന്നത്. പ്രഹ്ലാദ് അല്ലെ, ആനന്ദമുള്ള ഒരു ജോഷായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് പറയുന്നത്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ജോഷ് എന്ന് വിചാരിക്കുക. ഉപഭോക്തൃ കാര്യം, പൊതുവിതരണം അല്ലെ, ആഹ്ലാദമൊക്കെ പൊതുവായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന വ്യക്തിയാണ് പൊതുവിതരണം. പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം, ടൂറിസം. അപ്പൊ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഗജേന്ദ്രനാണ്. ഗജം ആന. അപ്പൊ ആന നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനയെ കാണും അല്ലെ. അപ്പൊ അതുപോലെ ആന എന്താണ്? ഒരു സാംസ്കാരിക മൃഗാണോ എന്നുള്ള രീതിയിലും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു ചിഹ്നല്ലേ. അപ്പൊ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികവും ടൂറിസവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഭൂമി ഉണ്ട് അല്ലെ, ഭൂമി. അപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഭൂപേന്ദ്ര യാദവ് ആണ് പറഞ്ഞിട്ടുള്ളത് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. ഭൂമിയായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ.
നെക്സ്റ്റ് ജുവൈൽ ഓറം. ജുവൈൽ ഓറം പട്ടികവർഗമാണ്. ഓക്കെ, അപ്പൊ ഞാനിത് ഉദ്ദേശിച്ചത്, ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ജൂ വർഗം എന്നുള്ള രീതിയിലാണ്. ജൂ വർഗം. ഓക്കെ, നമ്മൾ പൃഥ്വിരാജിന്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, അപ്പൊ അതിൽ ജൂവിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ജൂ വർഗം എന്നുള്ള രീതിയിൽ എന്താണ് ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ജുവൈൽ ഓറം എന്താണ് പട്ടികവർഗം, ജൂ വർഗം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഒന്നുകൂടി വായിക്കാം. അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ വാർത്താവിനിമയം IT. അപ്പോൾ നമ്മുടെ റെയിൽവേയിൽ ജോലി കിട്ടിയ ഒരു അശ്വിനിയും വൈഷ്ണവും 2 കുട്ടികളാണ്. അപ്പോൾ അവര് വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ IT-യിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് നോക്കുന്ന ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഡോക്ടർ വീരേന്ദ്രകുമാർ. അപ്പൊ വീരേന്ദ്രകുമാർ എന്ന് പറയുമ്പോൾ വിരയാണ് എടുത്തത് അല്ലെ, ഇര. സാമൂഹിക നീതിയാണ് കൈകാര്യം ചെയ്യുന്നത്. നീതിയൊക്കെ കിട്ടുന്നത് ഇരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സർബാനന്ദ സനോവാള് എന്താണ് പറഞ്ഞത്, സർബത്ത്, ഒരുപാട് ജലമുണ്ട് അല്ലെ സർബത്തില്. അപ്പൊ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രാം മോഹൻ നായിഡു. അപ്പൊ മോഹം എന്തിനാണ്, വ്യോമയാനം അല്ലെ, നമുക്ക് വിമാനത്തിൽ കയറാനൊക്കെ ഭയങ്കര മോഹമാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ജോഷൊക്കെ ആവുന്നത് ഭക്ഷണം കഴിച്ചാലാണ് ഭയങ്കര ജോഷാവുന്നത്. നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യും, നമ്മുടെ സന്തോഷം ആഹ്ലാദം നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ആലോചിക്കുക. നമ്മൾ മുട്ടായൊക്കെ കൊടുക്കാറില്ലേ, അങ്ങനെ ഒന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജമാണ് അല്ലെ, സന്തോഷിച്ച നമ്മൾ ഊർജ്ജമൊക്കെ പോവല്ലേ, ഒരുപാട് ചിരിക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് നമുക്കത് പുനഃസൃഷ്ടിക്കാനാവുന്ന രീതിയിൽ ആലോചിക്കുക. പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. നെക്സ്റ്റ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലെ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അപ്പൊ ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്, ആനയാണ് അല്ലെ. അപ്പൊ ആന നമ്മുടെ ടൂറിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ആനയിലൊക്കെയാണ് നമ്മൾ സാംസ്കാരിക മൃഗാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ഭൂപേന്ദ്ര യാദവ്. ഭൂപേന്ദ്ര യാദവ് എന്താണ്, ഭൂമിയായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, നമുക്ക് ഇതൊക്കെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ, ആ രീതിയിൽ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ജുവൈൽ ഓറമാണ് പട്ടികവർഗം. ജുവൈൽ, ജൂ വർഗം എന്ന് ആലോചിക്കുക, ജൂ വർഗം. ഓക്കെ, നെക്സ്റ്റ് അന്നപൂർണ ദേവി വനിതാ ശിശു വികസനം അല്ലെ. നമ്മൾ ആദ്യം ഏത് ലേഡിയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സീതാരാമനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ലേഡിയാണ് അന്നപൂർണ ദേവി. അന്നപൂർണ ദേവി അപ്പം ആദ്യത്തെ ധനകാരിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെയുള്ള ഒരു വനിതയാവുമ്പോൾ അത് വനിതാ ശിശു വികസനം ആയിരിക്കണ്ടേ, അത് എന്തായാലും ലേഡിക്കല്ലേ കൊടുക്കൂ. അപ്പൊ വനിതാ ശിശു വികസനം ആർക്കാണ്, അന്നപൂർണ ദേവി. അപ്പൊ വനിതേനെയും ശിശുവിനെയൊക്കെ നോക്കുന്നത് ചോറൊക്കെ കൊടുത്തിട്ടാണ്, അന്നൊക്കെ കൊടുത്തിട്ടാണ് നോക്കുന്നത് എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം. ഹർദീപ് സിംഗ് പുരി. അപ്പൊ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പെട്രോളിലാണ്, പ്രകൃതിവാതകത്തിലാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് കിട്ടും. പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്, പെട്രോളിലാണ് ഉണ്ടാക്കുക, പെട്രോളൊക്കെ കത്തിച്ചാണ് ഉണ്ടാക്കുക, പ്രകൃതിവാതകമൊക്കെ കത്തിച്ചാണ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹർദീപ് സിംഗ് പുരി കിട്ടും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ദീപം, ഹർദീപ് ദീപമായിട്ട് എടുക്കാം. ദീപം കത്തിക്കുന്നത് പെട്രോളിലാണ്, പ്രകൃതിവാതകത്തിലാണോ എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. മനസ്സുഖം. ഓക്കെ, നമുക്ക് മനസ്സിന് സുഖമൊക്കെ വരുന്നത് എപ്പോഴാണ്, നമുക്കൊരു സ്വന്തമായിട്ട് ഒരു തൊഴിലൊക്കെ കിട്ടുമ്പോഴാണ് യുവജനങ്ങൾക്കൊക്കെ എന്ത് കിട്ടുക, സന്തോഷം, മനസ്സിന് സുഖമൊക്കെ കിട്ടുക അല്ലെ. അപ്പൊ ചിലപ്പോൾ അത് സ്പോർട്സ് കോട്ടയിലായിരിക്കും നമുക്ക് തൊഴിൽ കിട്ടുന്നല്ലേ. അപ്പൊ യുവാക്കന്മാർക്ക് എന്തായാലും സ്പോർട്സ് കോട്ടയിൽ, കായികത്തിലായിരിക്കും തൊഴിൽ കിട്ടുന്നത്. അങ്ങനെ തൊഴിൽ കിട്ടിയ ഭയങ്കര മനസ്സുഖമാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ്, കായികം, യുവജനകാര്യം, തൊഴിൽ എന്നുള്ള രീതിയിൽ നമുക്ക് 3 കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ജി കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. ജി കിഷൻ റെഡ്ഡി ആണ്. ഓക്കെ, അപ്പോ ജി കിഷൻ റെഡ്ഡി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് കിഷൻ, മിഷൻ എന്നാണ് എടുത്തത്. മിഷൻ ഒക്കെ ഇല്ലേ നമ്മുടെ മിഷൻ, അപ്പൊ മിഷൻ എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പൊ ഇത് എന്ത് മിഷനാണ്, കൽക്കരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിഷനാണെന്ന് വിചാരിച്ചാൽ മതി. കൽക്കരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മിഷനാണ് പറയുന്നത് മിഷൻ. ഓക്കെ, കിഷൻ എന്നുള്ളതാണ് മിഷൻ ആയിട്ട് എടുത്തത്. കൽക്കരി ഉണ്ടാക്കുന്ന മിഷനാണെന്ന് ആലോചിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കൽക്കരിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൂടെ ഒരു ഖനിയും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. കൽക്കരി ഖനി എന്നല്ലേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചുമ്മാ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക. ജി കിഷൻ റെഡ്ഡിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ത്, കൽക്കരിയും ഖനിയും. നെക്സ്റ്റ് ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാൻ എന്താണ്, ഭക്ഷ്യ സംസ്കരണം. ഭക്ഷ്യ സംസ്കരണം.
അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാൻ എന്താണ്? ഭക്ഷ്യ സംസ്കരണം. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉച്ചയ്ക്ക് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിനാണ് പാസ് ചെയ്യുന്നത്? സംസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടിയൊക്കെ വന്നിട്ട് അതിലൊക്കെ വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. ഒക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ പാസ്വാൻ സംസ്കരണത്തിനാണ് നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യുന്നത്. ഓക്കെ, വേസ്റ്റ് ഒക്കെ നമ്മൾ പാസ് ചെയ്യുന്നത് സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുക. അപ്പൊ ചിരാഗ് പാസ്വാൻ എന്താണ്? ഭക്ഷ്യ സംസ്കരണം. നെക്സ്റ്റ് CR പാട്ടീൽ ജലശക്തിയാണ് അല്ലെ. ജലശക്തി. CR പാട്ടീൽ ജലശക്തി. അപ്പൊ ഞാനിവിടെ ഓർത്തിരിക്കുന്നത് പാട്ടീൽ എന്നുള്ളത് പാട്ട എന്നാണ് എടുത്തത്. പാട്ട നമ്മൾ ബക്കറ്റും പാട്ടയൊക്കെ ഇല്ലേ. അപ്പൊ ഈ പാട്ടയിലാണ് ജലം എടുക്കുന്നത് എന്ന് ആലോചിക്കുക. അപ്പൊ ജലശക്തി. അപ്പോൾ നല്ല ശക്തിയുള്ളവരായിരിക്കും അല്ലേ ഈ പാട്ടയിലേക്ക് ജലം എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാട്ടയില് CR പാട്ടയില് ജലശക്തിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കിരൺ റിജിജു. കിരൺ റിജിജു എന്താണ്? പാർലമെന്ററി കാര്യമാണ്, ന്യൂനപക്ഷമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കണക്ട് ചെയ്യാനുള്ള ഞാൻ ചെറിയൊരു കോഡ് പറയാം. ഓക്കെ, പുതിയ പാർലർ കരയിലാണോ എന്ന് ആലോചിച്ചാൽ മതി. പുതിയ പാർലർ കരയിലാണ്. അപ്പൊ പുതിയ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ന്യൂ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ന്യൂനപക്ഷം. പാർലർ എന്ന് ഉദ്ദേശിച്ചത് പാർലമെന്ററി കാര്യമാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? പുതിയ പാർലർ എവിടെയാണ്? കരയിലാണ്. കരൺ കിരണായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ്? പുതിയ പാർലർ കരയിലാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം, പാർലമെന്ററി കാര്യം എവിടെയാണ്? ആരാണ് വ്യക്തി? എന്താണ്? കിരൺ റിജിജു. കിരൺ റിജിജു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. അന്നപൂർണ ദേവി എന്താണ്? അന്നൊക്കെ കൊടുക്കുന്നത് വനിതക്കും ശിശുവിനും ഒക്കെയാണ്. വനിതാ ശിശു വികസനം. ഹർദീപ് സിംഗ് പുരി എന്ന് പറഞ്ഞാൽ പൂരി ഉണ്ടാക്കുന്നത് പെട്രോളിലാണ്, പ്രകൃതിവാതകത്തിലാണ്, അല്ലെങ്കിൽ ദീപമൊക്കെ കത്തിക്കുന്നത് പെട്രോളും പ്രകൃതിവാതകവും ഒക്കെ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജന കാര്യം കായികം അല്ലെ. അപ്പൊ മനസ്സിലേക്ക് എപ്പോഴാണ് സുഖം കിട്ടുക? നമ്മൾ കായികത്തിലൂടെ യുവജനങ്ങൾ കായികത്തിലൂടെ ഒരു തൊഴിലൊക്കെ നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സുഖം ഉണ്ടാവുക എന്ന് ആലോചിക്കുക അല്ലെ. സ്പോർട്സ് കോട്ടയൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. യുവജനങ്ങളൊക്കെ ഈ തൊഴിലൊക്കെ കയറുന്നത് സ്പോർട്സ് കോട്ടയിലൂടെയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കായികം, യുവജനകാര്യം, തൊഴിൽ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യ. നെക്സ്റ്റ് ജി കിഷൻ റെഡ്ഡി. ജി കിഷൻ റെഡ്ഡി എന്താണ്? കൽക്കരി ഖനി അല്ലെ. മിഷൻ എന്തിന്റെ മിഷനാണ്? കൽക്കരിയുടെ മിഷനാണ്. ഈ കൽക്കരിയൊക്കെ ഖനി എന്നാണ് എടുക്കുന്നതെന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ചിരാഗ് പാസ്വാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് അല്ലെ. എന്താണ്? ഭക്ഷണമൊക്കെ പാസ് ചെയ്യുന്നത് സംസ്കരിക്കാനാണെന്ന് വിചാരിക്കുക. ഭക്ഷ്യ സംസ്കരണം. സ്കൂളിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് CR പാട്ടയിലാണ് പറഞ്ഞത്. പാട്ട നമ്മൾ ശക്തിയിലാണ് ജലമൊക്കെ എടുക്കുന്നത് പാട്ടയിലാണോ എന്ന് പറഞ്ഞു. ജലശക്തി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ കിരൺ റിജിജു എന്താണ്? പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം. എന്താണ് കോഡ്? പുതിയ പാർലമെന്റ് കരയിലാണ് അല്ലെ. പുതിയത്, ന്യൂനപക്ഷം, പാർലമെന്ററി കാര്യം, കിരൺ റിജിജു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അവസാനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ സഹമന്ത്രിയാണ്. 2 മലയാളികൾ സഹമന്ത്രിയായിട്ടുണ്ട്. സുരേഷ് ഗോപി സാറും അതുപോലെ ജോൺ കുര്യനും അല്ലെ. ജോൺ കുര്യനും. അപ്പൊ സുരേഷ് ഗോപി ചെയ്യുന്നത് എന്താണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം എന്നീ 3 ഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സഹമന്ത്രിയാണ് കേട്ടോ. സഹമന്ത്രിയാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. നെക്സ്റ്റ് ജോർജ് കുര്യൻ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് സുരേഷ് ഗോപി അല്ലെ. അപ്പൊ ആദ്യത്തെ വ്യക്തി സുരേഷ് ഗോപി, രണ്ടാമത്തെ വ്യക്തി ജോർജ് കുര്യൻ. അപ്പൊ സുരേഷ് ഗോപി എന്തൊക്കെയാണ് പറഞ്ഞത്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അപ്പൊ സുരേഷ് ഗോപി എന്നല്ലേ. അപ്പൊ ഗോപി അല്ലെ, പാ ആണ് വരുന്നത് ലാസ്റ്റ്. അതേ പാല് വെച്ചിട്ടാണ് 2 എന്താണ് വകുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാല്, പെട്രോളിയം, പ്രകൃതിവാതകം. ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. പിന്നെ കൂടെ എന്താണ്? ഒരു ടൂറിസം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. നെക്സ്റ്റ് ജോർജ് കുര്യൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ജോർജ് കുര്യൻ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജോർജ് കുട്ടിയില്ലേ, ദൃശ്യം സിനിമയിലെ മോഹൻലാലിന്റെ പേരാണ് ജോർജ് കുട്ടി അല്ലെ. അപ്പൊ ആ ജോർജ് കുട്ടിയായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ അദ്ദേഹം ഒരു ന്യൂനപക്ഷ വ്യക്തിയാണെന്ന് ആലോചിക്കുക. അതുപോലെ ഒരുപാട് കൃഷിയും തോട്ടൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു പിക്ചറിലെ, ആ സിനിമയില്. അപ്പൊ മൃഗസംരക്ഷണം ഒക്കെ എടുക്കുന്നത് ജോർജ് കുട്ടി മൃഗസംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. മത്സ്യബന്ധനമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിലൊന്ന് എടുത്തു കഴിഞ്ഞത് നമുക്ക് ജോർജ് കുര്യന്റെ ന്യൂനപക്ഷവും മത്സ്യബന്ധനവും മൃഗസംരക്ഷണവും ഒക്കെ കണക്ട് ചെയ്യാം.
ചെയ്യാൻ പറ്റും. അപ്പൊ സഹമന്ത്രിമാർ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് സുരേഷ് ഗോപിയാണ് പറഞ്ഞത്. എന്താണ്? ഗോപി, പാല്, പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. രണ്ടാമത്തെ വ്യക്തിയാണ് പറഞ്ഞത് ജോർജ് കുര്യൻ അല്ലെ, ജോർജ് കുര്യനെയാണ് എടുത്തത്, ദൃശ്യം സിനിമയിലെ മോഹൻലാൽ. അപ്പൊ എന്താണ്? ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മൃഗങ്ങളൊക്കെ സംരക്ഷിക്കും, മത്സ്യബന്ധനമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്യാം, കൃത്യമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ്, രാജാവ് പ്രതിരോധം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ ആഭ്യന്തരം സഹകരണം അല്ലെ, അമിത്ഷാ എന്താണ് പറഞ്ഞത്? ആമി, അഭിരാമി ഭയങ്കര സഹകരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ് ജയശങ്കർ വിദേശകാര്യമാണ്, വിദേശത്ത് പോകുമ്പോഴൊക്കെ നമ്മളെ വകയിലോട് എന്താ പറയാ, ജയിച്ചുവാ എന്ന് പറയും അല്ലെ, ജയശങ്കർ. നിർമ്മല സീതാരാമൻ ധനകാര്യമാണ് അല്ലെ, സീതയുടെയും രാമന്റെ ഒക്കെ കൊട്ടാരത്തിൽ ഭയങ്കര ധനമുണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നിതിൻ ഗഡ്കരി എന്താണ്? കരി പിടിച്ച റോഡ് ഗതാഗതം, ഹൈവേ ഒക്കെ കരി പിടിച്ചതാണ് ഒന്ന് ആലോചിച്ച് വെക്കുക. JP നഡ്ഡ എന്താണ് പറഞ്ഞത്? നട്ടെല്ലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെ, നട്ടെല്ല്. നട്ടെല്ലൊക്കെ നല്ല പവറായിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. കുടുംബത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ കുടുംബക്ഷേമം അല്ലെ, കുടുംബത്തിന്റെ നട്ടെല്ല്. രാസവളക്ക് നമ്മുടെ കയ്യിലെടുക്കണമെങ്കിൽ നമുക്ക് നല്ല നട്ടെല്ല്, സ്ട്രോങ് നട്ടെല്ല് വേണം, നോക്കൊന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ് ശിവരാജ് സിംഗ് ചൗഹാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, ചൗവാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അരി, കൃഷി, കർഷക ക്ഷേമം, അതിലൂടെ ഗ്രാമം വികസിക്കും, ഗ്രാമവികസനം. നെക്സ്റ്റ് മനോഹർലാൽ ഖട്ടർ ആണ്. ഈ ഖട്ടറിലൊക്കെ വീഴുമ്പോൾ നമ്മൾ ഊർജ്ജമൊക്കെ പോകും, അപ്പൊ നല്ല ഊർജ്ജം വേണം എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ കട്ട മസിലുള്ള ആൾക്കാർക്ക് അവര് ഭയങ്കര ഊർജ്ജമായിരിക്കും, അവര് ഭയങ്കര മനോഹരായിരിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. HD കുമാരസ്വാമി എന്താണ് പറഞ്ഞത്? ഉരുക്ക് കുമാരൻ അല്ലെ, നമ്മൾ ഉരുക്ക് കുമാരനാണ്. ഖനനം, വ്യവസായം, ഉരുക്കൊക്കെ ഖനനം ചെയ്തെടുക്കലുണ്ട്, വ്യവസായം ചെയ്യാറുണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ദെൻ പീയൂഷ് ഗോയൽ എന്താണ്? വാണിജ്യം, വ്യവസായം. പീയൂഷ് അല്ലെ, PU, UP യിൽ ഭയങ്കര വാണിജ്യമാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക, ഭയങ്കര ബിസിനസ് ആണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ധർമ്മം പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, വിദ്യാഭ്യാസം അത്രയും പ്രധാനമാണെന്ന് ആലോചിക്കുക. ജിതിൻ രാം മാഞ്ചി അല്ലെ, മഞ്ചൊക്കെ കഴിക്കുന്നത് ചെറിയ കുട്ടികളാണ്, ചെറുകിട ഇടത്തരം സംരംഭം എന്ന് ആലോചിക്കുക. രാജീവ് രഞ്ജൻ സിംഗ്, ലാലൻ സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. രഞ്ജൻ പഞ്ച അല്ലെ, പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. നെക്സ്റ്റ് ഗിരിരാജ് സിംഗ് എന്താണ് പറഞ്ഞത്? വിരിയൊക്കെ വാങ്ങുന്നത് എവിടെ നിന്നാണ്? ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നാണ്, ടെക്സ്റ്റൈൽസ്. നെക്സ്റ്റ് ജ്യോതിരാദിത്യ സിന്ധ്യ ആണ് പറഞ്ഞത്. ആദിത്യൻ അല്ലെ, സൂര്യൻ വരുന്നത് മുതൽ സന്ധ്യ വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് സൂര്യൻ വരുന്നത് കൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് മേഖല വികസനം ജ്യോതിരാദിത്യ സിന്ധ്യ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അശ്വനി വൈഷ്ണവ് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ ഭയങ്കര റെയിൽവേയിൽ ജോലി കിട്ടിയ കുട്ടികളാണ്, IT വിദഗ്ധന്മാരാണ്, വാർത്തകളൊക്കെ വായിക്കുന്നവരാണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഡോക്ടർ വീരേന്ദ്രകുമാർ അല്ലെ, വീരേന്ദ്രകുമാർ എന്താണ്? സാമൂഹിക നീതിയൊക്കെ കിട്ടേണ്ടത് ആർക്കാണ്? ഇരകൾക്കാണ് അല്ലെ, ഇരകൾക്കാണ് നീതി കിട്ടേണ്ടത്. സർബാനന്ദ സനോവാൾ എന്ന് പറയുമ്പോൾ ആരാണ്? സർബാനന്ദ അല്ലെ, സർവത്തൊക്കെ ഏടുണ്ടാവും, തുറമുഖത്ത്, ഷിപ്പ്, ജലഗതാഗതമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് രാം മോഹൻ നായിഡു അല്ലെ, മോഹം എന്താണ്? വിമാനത്തിലേക്ക് കയറാനാണ് മോഹം, വ്യോമായനം. പ്രഹ്ലാദ് ജോഷി ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുന്നവർക്ക് ഭയങ്കര ജോഷായിരിക്കും, ഉഷാറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപഭോക്തൃ കാര്യമൊക്കെ നോക്കാൻ ആക്കുമ്പോൾ ഭയങ്കര ആഹ്ലാദമാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. പൊതുവിതരണം അല്ലെ, നമ്മൾ പ്രഹ്ലാദ് ആഹ്ലാദമൊക്കെ നമ്മൾ പങ്കുവയ്ക്കും അല്ലെ, അപ്പൊ പൊതുവിതരണമൊക്കെ നടത്തുന്ന ആലോചിക്കുക. പുനഃസൃഷ്ടിക്കാവുന്ന ഊർജ്ജമാണ് അല്ലെ, അപ്പൊ ആഹ്ലാദമൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ ഊർജ്ജമൊക്കെ പോകും, പിന്നെ നമുക്കത് പുനഃസൃഷ്ടിക്കാൻ പറ്റുന്നില്ല രീതിയിലൊന്ന് ചിന്തിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഗജേന്ദ്ര. അപ്പോൾ ആനയാണ് എടുത്തത്. ആന ടൂറിസം അല്ലെ, നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനനെ കാണും, സാംസ്കാരിക മൃഗമാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഭൂപേന്ദ്ര യാദവ് ഭൂമി അല്ലെ, ഭൂമിയിൽ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജുബൈൽ ഓർ എന്ന് പറഞ്ഞാൽ ജൂവർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ജൂവർഗം. ഇതിലൊന്ന് ഓർക്കണം, അല്ലെങ്കിൽ നമുക്ക് പട്ടിക ജാതിയാണോ പട്ടിക വർഗ്ഗമാണോ എന്ന് കൺഫ്യൂഷൻ ആവും. ജൂവർഗം എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ പട്ടികവർഗമാണ് ആൻസർ ആയിട്ട് വരുന്നത്.
നെക്സ്റ്റ് അന്നപൂർണ ദേവിയാണ് വനിതാ ശിശു വികസനം. അന്നൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? വനിതകൾക്കും ശിശുവിനൊക്കെ ആണോ എന്ന് വിചാരിക്കുക. ഹർദീപ് സിംഗ് പുരി അല്ലെ, പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദീപമൊക്കെ കത്തിക്കുന്നത് പെട്രോളിലും പ്രകൃതിവാതകത്തിലും ആണെന്ന് വിചാരിക്കുക. ഡോക്ടർ മൻസുഖ മാണ്ഡവ്യ, മനസ്സിന് സുഖം വരുന്നത് എപ്പോഴാണ്? യുവജനങ്ങൾക്ക് കായികത്തിലൂടെ തൊഴിലൊക്കെ കിട്ടുമ്പോഴാണ് മനസ്സിന് സുഖം വരുന്നത് എന്ന് ആലോചിക്കുക. ജി കിഷൻ റെഡ്ഡി, കിഷൻ മിഷൻ ആണ് ഉദ്ദേശിച്ചത്. കൽക്കരിയൊക്കെ ഉണ്ടാകുന്ന മിഷൻ ഗനിയായിട്ടാണ് എടുക്കുന്നത് അല്ലെ, ഗനിന്നാണ് എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. നെക്സ്റ്റ് ചിരാഗ് പാസ്വാൻ ആണ്. പാസ് ചെയ്യുന്നത് എന്താണ്? ഭക്ഷ്യ സംസ്കരണം അല്ലെ, സംസ്കരിക്കാൻ ഭക്ഷണമാണ് പാസ് ചെയ്യുന്നത്. സി ആർ പാട്ടീൽ പറഞ്ഞാൽ പാട്ടിൽ എന്താണ് ഉണ്ടാവുക? ജലാണ് ഉണ്ടാവുക. ഓക്കെ. കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ എന്താണ് കോഡ് പറഞ്ഞത്? പുതിയ പാർലർ കരയിലാണ്. പുതിയ പാർലർ എവിടെയാണ്? കരയിലാണ്. സഹമന്ത്രിമാർ 2 പേരാണ് പറഞ്ഞത്. സുരേഷ് ഗോപി എന്താണ്? പി അല്ലെ, പാ ആണ് എടുത്തത്. പെട്രോളിയം, പ്രകൃതിവാതകം, പിന്നെ കൂടെ ടൂറിസവും. ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞത്? ജോർജ് കുട്ടിയാണ് എടുത്തത് അല്ലെ, ന്യൂനപക്ഷമാണ്. മത്സ്യബന്ധനമുണ്ട്, മൃഗ സംരക്ഷണമൊക്കെ ഉള്ള ഒരു സാധാരണക്കാരനാണ് നമ്മുടെ ജോർജ് കുട്ടി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ, കോഡുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഏതായാലും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം, പരമാവധി പെട്ടെന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ LDCന്റെ ഇനി ഓരോ സെക്ഷനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.